നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണോ? അഥവാ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ബിസിനസ് പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കാൻ, നിങ്ങൾ സക്സസ്സിലേക്ക് പോകാനും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും പറ്റിയ കുറച്ച് ബിസിനസ് ടൂൾസുകൾ ദൈവം അനുശാസിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ് എപ്പോൾ ആരംഭിക്കുന്നു അപ്പോൾ തന്നെ അത് ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് എപ്പോൾ ആരംഭിക്കുന്നു ആ ബിസിനസ് അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അവിടുത്തെ MD, ബോസ് ഒരിക്കലും നിങ്ങളല്ല, ദൈവമാണ്. ദൈവത്തെ ഒരു പരമോന്നത നീതി പീഠത്തിൽ ഇരുത്തിക്കൊണ്ട് ദൈവത്തിന് നിങ്ങളിരിക്കുന്ന ചെയർ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ ആ ബിസിനസ് സാമ്രാജ്യത്തിൽ, ബിസിനസ് ഫേമിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലിയോടൊപ്പം ഒരു സെക്കൻഡറി വിഷയമായി, രണ്ടാമത്തെ പ്രവർത്തനമായി മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലിയിൽ ഒരിക്കലും കള്ളത്തരം പാടില്ല എന്നുള്ളതാണ്. അതായത് കുറുക്കു വഴികൾ ജോലിയിൽ ഒരിക്കലും തേടാൻ പാടില്ല എന്നുള്ളതാണ്. ന്യായമാർഗത്തിലൂടെ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലിയിൽ സേവനം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്, ബിലീഫ്സ്. നിങ്ങളെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, നിങ്ങളുടെ ക്ലയൻസിനെ വിശ്വസിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വിശ്വസിക്കുക, നിങ്ങളുടെ ബിസിനസ് വിശ്വസിക്കുക, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുമെന്ന് വിശ്വസിക്കുക. അതോടൊപ്പം സേവനം, സോഷ്യൽ സർവീസ് ഒരു ഭാഗമാക്കി എടുക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു തുക മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുക, മറ്റുള്ളവരെ രോഗികളെ സഹായിക്കുക. അങ്ങനെ ഒരു സേവനം കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ പണം ഒരു ഉപകരണം മാത്രമാണെന്ന് ചിന്തിക്കുക. പണം ഒരു ഉപകരണമാണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കേണ്ടത് ദൈവത്തിന് അത്യാവശ്യമാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനറിയാം നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾക്കൊരു ഉപകരണമായിട്ട് ദൈവം പണം തന്നിരിക്കുന്നു. എന്നാൽ പണം നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തെ പണമല്ല നിയന്ത്രിക്കേണ്ടത്, സ്നേഹവും മറ്റുള്ളവരുടെ കടപ്പാടുമാണ് നിയന്ത്രിക്കേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്താലും നിങ്ങൾ മികച്ച രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെയുള്ളവരുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വിശ്വാസമുള്ളവർ, അവരോട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും 6 പേരാണ് നിങ്ങളെ വിശ്വസിക്കുന്നവരും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നവരുമാണ് എങ്കിൽ ആ 6 പേരെയും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അതിലും വിഡ്ഢികളായതും കള്ളന്മാരുമായ ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ താഴ്മയായിട്ടിരിക്കുക. അതുപോലെ തന്നെ ദൈവത്തോടൊരു നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. ഇത്രയും ടൂൾസുകൾ നിങ്ങൾ കറക്റ്റായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളർന്നു പന്തലിക്കുമെന്നുള്ളതാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.